നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ഡൽഹിയിൽ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ വസതിയിൽ ചർച്ച നടക്കുകയാണ്. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, ഈ കൂടിക്കാഴ്ച അവസാനിച്ചു എന്നതാണോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി കടക്കുന്നതിന് മുന്നോടിയായി ആയിരുന്നോ ചർച്ച? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജൻപത് 10-ലെ സോണിയാഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ സോണിയാഗാന്ധിയുടെ വസതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് KC വേണുഗോപാൽ ഇവിടെ നിന്ന് മടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുമായി KC വേണുഗോപാൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം നാട്ടിലെ സ്ഥിതിഗതികളടക്കം ആ ചർച്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഒപ്പം അതിന് പിന്നാലെ ഇപ്പോൾ ചർച്ച അവസാനിച്ചതിന് ശേഷം ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കി KC വേണുഗോപാൽ മടങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് അല്പസമയം തന്നെ ഈ പ്രഖ്യാപനം AICC പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരൊറ്റ പേരിലേക്കടക്കം കാര്യങ്ങൾ എത്തിയ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. KPCC ആ പേര് ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് അല്പസമയത്തിനകം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം AICC നടത്തും. നേരത്തെ തന്നെ KC വേണുഗോപാൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലേക്കുള്ള വലിയ ചർച്ചകളോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ ഏത് നിമിഷവും തയ്യാറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നല്ല മികച്ച നേതാക്കൾ ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാതിമത അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടിക്കാഴ്ച പൂർത്തിയാക്കി KC വേണുഗോപാൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലമ്പൂരിൽ ആരാകും മത്സരിക്കുക എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. അല്പം മുൻപാണ് ഡൽഹിയിൽ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KC വേണുഗോപാൽ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു ചർച്ച.